الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون صلى الله على محمد وعلى آله وبارك وسلم تسليما كثيرا فيا أيها الناس اتقوا الله حق تقاته فقد قال الله تعالى في القرآن الكريم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون فقال الله تعالى يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون وقال تعالى يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ വിശ്വാസികളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബ് സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്നാണ് ഞാൻ ആദ്യമായി എൻ്റെ നഫ്സിനോട് നിങ്ങൾ ഓരോരുത്തരോടും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന നല്ല അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണം. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു മാപ്പാക്കി നൽകുമാറാകട്ടെ. മാതാപിതാക്കളോടൊപ്പം ബന്ധുമിത്രാദികളോടൊപ്പം ഭാര്യസന്താനങ്ങളോടൊപ്പം ഒരുമിച്ച് കൂടാൻ സാധിക്കുന്ന ഭാഗ്യവാന്മാരായ സ്വാലിഹ്യങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ സത്യവൈഭവങ്ങളിൽപ്പെട്ടതാണ് നമ്മൾ കാണുന്ന അവൻ്റെ സൃഷ്ടികളെല്ലാം. ആകാശവും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ക്ഷീരപഥങ്ങളുമെല്ലാം, മലകളും മാമലകളും പുഴകളും നദികളും കടലും മരവുമെല്ലാം, പൂക്കളും സസ്യങ്ങളും ഷഡ്പദങ്ങളും മൃഗങ്ങളും പക്ഷിമൃഗാദികളുമെല്ലാം, മനുഷ്യനും മനുഷ്യ ശരീരത്തിൻ്റെ ഓരോ ആന്തരവും ബാഹ്യവുമായിട്ടുള്ള എല്ലാ അവയവങ്ങളുമെല്ലാം അള്ളാഹുവിൻ്റെ സത്യവൈഭവത്തിൻ്റെ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. അതിലെ പലതിനെയും കുറിച്ച് മുമ്പ് പല ഫോട്ടോകളിലും നമ്മൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്, സംസാരിക്കേണ്ടതായിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള സൃഷ്ടികളെ അവൻ്റെ ആയാത്തുകളെന്നാണ്, അവൻ്റെ ദൃഷ്ടാന്തങ്ങളെന്നാണ് പറയുക. ഖുർആൻ ആയത്തുകൾക്ക്, ഖുർആനിലെ ഓരോ വരികൾക്കും നമ്മൾ ആയത്തുകൾ എന്ന് പറയുന്നത് പോലെ അള്ളാഹു സൂര്യനെ പറ്റി പറഞ്ഞത്, നക്ഷത്രത്തെ പറ്റി പറഞ്ഞത്, മൃഗങ്ങളെ പറ്റി പറഞ്ഞത്, ഒരു പൂവിനെ പറ്റി പോലും അള്ളാഹു പറയുന്നത്, അതെല്ലാം അള്ളാഹുവിൻ്റെ ആയാത്തുകളാണ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്. എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് ആ ഒരു പൂവിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഒരു ഷഡ്പദത്തിനെ കുറിച്ച് ചിന്തിച്ചാൽ, ഒരു സസ്യത്തെ കുറിച്ച് ചിന്തിച്ചാൽ, സാഗരത്തെക്കുറിച്ചും മലകളെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ബുദ്ധിയുള്ള മനുഷ്യന്മാർക്ക് അതിൽ നിന്ന് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും അള്ളാഹുവിലേക്ക് അടുക്കാനും സാധിക്കും. ആ രീതിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദൃഷ്ടാന്തങ്ങളുടെ കൂട്ടത്തിൽ എണ്ണിപ്പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. സൂറത്തുൽ റൂമിലെ വരിയിൽ അല്ലാഹു കൽപ്പിക്കുന്നത് പോലെ ومن آياته أن خلق لكم من أنفسكم أزواجا
لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനുഷ്യ നിങ്ങളെ ഇണകളും തുണകളുമായിട്ട് ഞാൻ സൃഷ്ടിച്ചത് എന്നുള്ളത്. നിങ്ങൾക്കിടയിൽ പ്രണയവും ദയവും കരുണയും അനുകമ്പയും നിങ്ങളുടെ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഇറക്കി തന്നതും അള്ളാഹുവിന്റെ ദൃഷ്ടാന്തമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നമ്മുടെ ദാമ്പത്യ ജീവിതം, നമ്മുടെ ഇണ, നമ്മുടെ ഭാര്യ, ആ ഭാര്യയുമായിട്ടുള്ള നമ്മുടെ ജീവിതം, നമ്മൾ ആസ്വദിക്കുന്ന, നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ ദാമ്പത്യ ലൈംഗിക ജീവിതം, അതും അള്ളാഹുവിന്റെ ഒരു ദൃഷ്ടാന്തമാണ്. അള്ളാഹുവിന്റെ ഒരു ആയാത്തായിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതിനെ പറയുന്നത്. മനുഷ്യൻ തന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഏറ്റവും സുഖകരമായിട്ടുള്ള അള്ളാഹുവിന്റെ ആനന്ദങ്ങളിലെ അനുഗ്രഹങ്ങളിലെ ഒന്നാണ് നമ്മുടെ ഇണകൾ, നമ്മുടെ തുണകൾ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ. ആയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ആയത്ത് ഒന്നും കൂടി വായിച്ചു. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് മനുഷ്യ നിനക്ക് വേണ്ടി അള്ളാഹു അവളെ സൃഷ്ടിച്ചു, നിനക്ക് വേണ്ടി അവളെ സൃഷ്ടിച്ചു. സാധാരണഗതിയിൽ വിവാഹം കഴിയാത്ത ചെറുപ്പക്കാർ, അവർക്ക് അവരുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് വലിയ ടെൻഷൻ ഉണ്ടാവും. ഞാൻ ആഗ്രഹിച്ചൊരു ജോലി കിട്ടുന്നില്ല, പൈസ റെഡിയായി വരുന്നില്ല, അല്ലെങ്കിൽ നല്ല പെണ്ണിനെ കിട്ടുമോ, കുടുംബത്തിന്റെ കാരണവന്റെ ഉപ്പാന്റെ കുരുത്തക്കേട് കാരണം വീടിന് കുടുംബത്തിനൊരു നാറ്റപ്പേരുണ്ടായിട്ടുണ്ട്, ആ സ്ഥിതിക്ക് എനിക്കൊരു നല്ല പെണ്ണിനെ കിട്ടുമോ എന്ന് ഓരോ വിവാഹം കഴിയാത്ത ചെറുപ്പക്കാർക്കും ഒരു ആശങ്ക, ബേജാറ് സ്വാഭാവികമായിട്ട് ഉണ്ടാവാറുണ്ട്. കല്യാണം കഴിഞ്ഞ ആളുകൾക്കാണെങ്കിൽ വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പൈശാചികമായിട്ടൊരു ചിന്ത മനസ്സിൽ വരും. ഭാര്യയുടെ അടുക്കൽ നിന്ന്, ഇണയുടെ അടുക്കൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ, അവളുടെ അടുക്കൽ നിന്ന് വല്ല ന്യൂനതകളോ പാകപ്പിഴവുകളൊക്കെ കാണുമ്പോൾ വിവാഹം കഴിഞ്ഞ ആളുകൾ ചിന്തിക്കും, വേറെ ആരെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കും. എനിക്കെതിരാണ് പഠിച്ചവൻ ഓളത്തുന്നത് എന്ന് ചിന്തിക്കും. ഇവർക്ക് ഒരുപാട് മിസ്റ്റേക്ക് ആണല്ലോ, ഞാൻ പ്രതീക്ഷിച്ചത് പോലെയുള്ള ഒരു പെൺകുട്ടിയല്ല എനിക്ക് വിവാഹത്തിൽ കൂടി കിട്ടിയത്. എന്റെ വിവാഹ ജീവിതം, എന്റെ എല്ലാം വിജയകരമായിരുന്നു. എന്റെ കരിയർ, എന്റെ വിദ്യാഭ്യാസം, എന്റെ ജോലി, എന്റെ ബിസിനസ് എല്ലാം വിജയകരമാണ്. എനിക്കൊന്ന് പാളിപ്പോയത് എന്റെ വിവാഹത്തിലെ സെലക്ഷനിലാണ് എന്ന് നമ്മൾ ടെൻഷൻ അടിക്കാറുണ്ട്. വിവാഹ അന്വേഷണങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെൺകുട്ടികൾക്കും പെൺകുട്ടിയുടെ ഉപ്പാർക്കും വരന്മാർക്കും എല്ലാം ബേജാറാണ്. നല്ല ഇണയെ കിട്ടണം എന്നുള്ള ബേജാറാണ്. നല്ലൊരു ഇണയെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ബേജാറാണ്, ഞാൻ എടുത്ത സെലക്ഷൻ ശരിയാണ് എന്നൊരു ബേജാറുണ്ടാവും. എന്നാൽ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്ന ഒരു വസ്തുതയുടെ സുഹൃത്തുക്കളിൽ നമ്മൾ ഇണയായി നമ്മൾ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ ഭാര്യയില്ലേ, ഭാവിയിൽ നമ്മൾ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയില്ലേ, അവളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെ നമുക്ക് വേണ്ടിയാണ്. ഖുർആനിന്റെ പദം അത്ര മനോഹരമാണ്. മനുഷ്യ നിനക്ക് വേണ്ടിയാണ് അവളെ സൃഷ്ടിച്ചത്. ഒരു ഗായകൻ പണ്ട് പാടി, എന്റെ കിതാബിലെ പെണ്ണെ, എന്റെ കിതാബിലെ പെണ്ണെ, എന്റെ കിതാബിലെ പെണ്ണെ എന്ന് ഗായകൻ പാടുന്ന രീതിയിൽ ലിറിക്സ് അങ്ങനെ എഴുതപ്പെട്ടതിന്റെ കാരണം നമ്മൾ മുസ്ലിമീങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിശ്വാസതയുണ്ട്. ഒരു പുരുഷനെ സൃഷ്ടിക്കുന്ന സമയത്ത് അവന്റെ ഇണയാരാണെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു. ഒരു പെൺകുട്ടിയെ സൃഷ്ടിക്കുന്ന സമയത്ത് അവളുടെ ഇണയാരാണെന്ന് അള്ളാഹു തീരുമാനിക്കുന്നു. ഈ രീതിയിൽ അള്ളാഹു തീരുമാനിച്ച, അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചവളാണ് നമ്മൾ ഇണയായിട്ട്. നമ്മൾ കബിൽതു എന്ന് പറയുന്ന നിക്കാഹിന്റെ പദങ്ങൾ കൊണ്ട് അവരുടെ ഉപ്പാന്റെ കയ്യിൽ നമ്മൾ ഏറ്റുവാങ്ങിയത്. അവളാണ് നമുക്ക് ചേരുന്നത്. അവൾക്ക് എത്ര ന്യൂനതകൾ ഉണ്ടെങ്കിലും, അവൾക്ക് എത്ര പാകപ്പിഴവുണ്ടെങ്കിലും, അവൾക്ക് എത്ര മറവികളുണ്ടെങ്കിലും അവൾ നമുക്ക് യോജിച്ചവളാണ്. അവളെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വേണ്ടി സൃഷ്ടിച്ചത്. ആ ആയത്തിലെ രണ്ടാമത്തെ അർത്ഥം നോക്കൂ, മിൻ അൻഫുസികും അസ്വാജ, നിങ്ങൾക്കിടയിൽ നിന്ന് തന്നെയുള്ള ഇണകൾ. അല്ലാഹു നിങ്ങൾക്ക് വേണ്ടി ഇണകളെ, ഭാര്യമാരെ സൃഷ്ടിച്ചത് നിങ്ങൾക്കിടയിൽ നിന്നാണ്. നിങ്ങൾ മനുഷ്യരാണ്, അവളും മനുഷ്യരാണ്. നിങ്ങൾ മാലാഖകളല്ല, അവളും മാലാഖയല്ല. മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മറന്നു പോകും. കറിയിൽ ഉപ്പിടാൻ നമ്മൾ മറന്നു പോകും. ഒരു ബിരിയാണി വെച്ചാൽ നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ കുളമാകും.
നമ്മൾ ഇസ്തിരി ഇട്ടാലും ചുളിവ് മൊത്തം ശരിയായി മാറൂല. നമ്മൾ അലക്കിയാലും അല്പം ചില ചേറും ചളിയും ഒക്കെ അവിടെ എവിടെയും ബാക്കിയാകും. അതുപോലെ നമ്മളെ പോലെയാണ് അവൾ, നമ്മളെ പോലെ മനുഷ്യയാണ് അവൾ. അവളും മറക്കും, അവളും ഉപ്പിടാൻ മറക്കും, അവളും പാകം ചെയ്തത് മോശമാക്കി പോകും, അവളും ഇസ്തിരി ഇട്ടത് ചുക്കുചുളിവുകൾ ശരിയായി മാറുകയില്ല, അവളും അലക്കിയതിലും ചേറും കച്ചറയും ബാക്കിയാകും. അപ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെടാത്തവളാണ് അവൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന ഒരു മനോഹരമായ ഹദീസ് ഉണ്ട്. ആണേ, നിന്റെ വാരിയിൽ നിന്നാണ് നിന്റെ പെണ്ണിനെ അല്ലാഹു സൃഷ്ടിച്ചത്. നിന്റെ വാരിയിൽ നിന്നാണ്. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ വ്യത്യസ്തങ്ങളായ സന്ധികളുണ്ട്, എല്ലുകളുണ്ട്. നട്ടലിന്റെ അക്കൂട്ടത്തിൽ ഒന്നാണ്, നമ്മുടെ കാലിന്റെ എല്ല് അക്കൂട്ടത്തിൽ ഒന്നാണ്. നട്ടലിന്റെ പ്രത്യേകത അത് നീളത്തിൽ കിടക്കുന്നതാണ്, അതിന് വളവുകളില്ല. കാലിന്റെ എല്ലിനും വളവുകളില്ല. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ വളവുള്ളതാണ് വാരിയെല്ല് എന്ന് പറയുന്ന നമ്മുടെ റിബ്സിന്റെ ഈ എല്ലുകൾ. ഈ റിബിന്റെ വാരിയെല്ലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ്, ആണിന്റെ വാരിയെല്ലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനാണ് അവൾ. അവൾക്ക് സ്വാഭാവികമായിട്ട് ഒരു വളവുണ്ടായിരിക്കും, ഒരു വളവുണ്ടായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ആ വളവിനെ നേരെയാക്കി നീ പൊട്ടിക്കാൻ നോക്കരുത്. ആ വളവോടുകൂടി അവൾ ഇഷ്ടപ്പെടാൻ ശ്രമിക്കണം. നിങ്ങൾ പഠിപ്പിച്ചൊരു മനോഹരമായ ഹദീസുണ്ട്. ഒരു പക്ഷേ നിന്റെ ഭാര്യയിൽ നിനക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളുണ്ടാവും. പക്ഷേ നിനക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, നിനക്ക് ആനന്ദമുണ്ടാക്കുന്ന രീതിയിൽ മറ്റൊരുപാട് 1000 നന്മകളിൽ അവളുണ്ടാവും. പക്ഷേ അവളുടെ 1000 നന്മകൾ നീ കാണാതെ അവളുടെ വളവ് മാത്രമായിരിക്കും നീ കാണുന്നത്. ഇത്ര മനോഹരമാണ് നിങ്ങളുടെ ഹദീസ്. ആ വളവോടുകൂടി അവളെ ഇഷ്ടപ്പെടുന്നിടത്താണ്, അവളെ പ്രണയിക്കുന്നിടത്താണ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതം, ലൈംഗിക ജീവിതം സുഖകരമായി മാറുന്നത്, ആനന്ദകരമായി മാറുന്നത്. വളഞ്ഞ വാരിയിൽ നിന്നാണ് പെണ്ണിന് സൃഷ്ടിക്കപ്പെട്ടത് എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷ ആൺ സമത്വത്തെ കുറിച്ച് ചിന്തിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സല്ലല്ലാഹു അലൈഹി വസല്ലം പെണ്ണിനെ വളഞ്ഞ എല്ലാണെന്ന് പഠിപ്പിച്ചത്? എനിക്കും ഒരു ആ സംശയം ഉണ്ടായി. ഞാൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ഇസ്ലാമിക മനഃശാസ്ത്രജ്ഞനോട് അതിനെക്കുറിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് അത് മനോഹരാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ തലാഖ് ഉണ്ടാകുന്നത്, ഇന്ന് ഏറ്റവും കൂടുതൽ ഡൈവോഴ്സ് ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞു. നമ്മൾ അറിയില്ല. അതിന്റെ കാരണം ഓവറായിട്ടുള്ള നമ്മുടെ ആണുങ്ങളുടെ എക്സ്പെക്ടേഷനുകളാണ്. ലവ് മാരേജുകളിലും ആ ഡിവോഴ്സ് ഉണ്ടാകുന്നത്, അറേഞ്ച് മാരേജുകളിലും ആ ഡിവോഴ്സ് ഉണ്ടാകുന്നത്. ലവ് മാരേജിൽ ഡിവോഴ്സ് ഉണ്ടാകുന്നത് ലവിന്റെ കാലഘട്ടത്തിൽ, കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഇവരുടെ പ്രണയ ജീവിതത്തിൽ ഇവർ അതിമനോഹരമായിട്ടുള്ള പ്രണയത്തിന്റെ ജീവിതത്തിൽ കൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. സംസാരത്തിൽ അതിമനോഹരമായിട്ടുള്ള പ്രണയവും ഇഷ്ടമൊക്കെ ആയിരിക്കും. വിവാഹ ജീവിതത്തിലൂടെ കടക്കുന്നതോടുകൂടി ഇവര് റിയാലിറ്റി ലൈഫിലേക്ക് കടന്നു. പുരുഷൻ അവന്റെ റിയാലിറ്റിയിലേക്ക് കടക്കും, പെണ്ണും അവന്റെ റിയാലിറ്റിയുടെ ലോകത്തിലേക്ക് എത്തും. കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രണയ ജീവിതത്തിൽ കഴിഞ്ഞു കൂടുന്ന കാലഘട്ടത്തിൽ ഇവർക്ക് ഒരുപാട് എക്സ്പെക്ടേഷനുകൾ ഉണ്ടാവും. എന്റെ വധു അങ്ങനെയായിരിക്കും, അവൾ അങ്ങനെയായിരിക്കും, ഇവൻ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ എക്സ്പെക്ടേഷൻ, പ്രതീക്ഷിച്ച കാര്യങ്ങളൊന്നും വിവാഹത്തിന് ശേഷം ഇല്ല എന്ന് മനസ്സിലാക്കുമ്പോൾ പുരുഷൻ ടെൻഷനാവും, പെൺകുട്ടിയും ടെൻഷനാവും. അറേഞ്ച് മാരേജിൽ നിന്ന് സംഭവിക്കുന്നു. വിവാഹത്തിന് മുമ്പ് വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുപ്പക്കാരിയാകട്ടെ ചെറുപ്പക്കാരനാകട്ടെ ഒരുപാട് എക്സ്പെക്ടേഷനുകളുടെ ലോകത്താണ് ജീവിക്കുന്നത്. 100 പ്രതീക്ഷിച്ച് പോയിട്ട് 50 കിട്ടിയാൽ ഉണ്ടാകുന്ന മാനസികമായിട്ടൊരു ടെൻഷനില്ലേ, അതാണ് വിവാഹ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു മേഖല. 100 പ്രതീക്ഷിച്ചാണ് ഓരോ ചെറുപ്പക്കാരും പോകുന്നത്. അങ്ങനെ 100 പ്രതീക്ഷിച്ചത് 30 പ്രതീക്ഷിക്കാൻ പാടുള്ളൂ. 30 പ്രതീക്ഷിക്കുന്നിടത്ത് 50 കിട്ടിയാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നിടത്താണ് നബിതങ്ങൾ ആ ഹദീസ് പ്രധാനപ്പെടുന്നത്. നിന്റെ വാരിയെല്ലുകൾ കൊണ്ട് വളവുള്ളവളാണ് അവൾ, അവൾക്ക് മറവി ഉണ്ടാവും, അവൾ ദേഷ്യപ്പെടും, അവൾ ചൂടാകും. ആധുനിക ഭാഷയിൽ നമ്മൾ പറഞ്ഞാൽ മൂഡ് സ്വിങ്സിന്റെ കാലത്തിലൂടെയാണ് അവൾ കടന്നു പോകുന്നത്. മൂഡ് സ്വിങ്സ് എന്ന് പറഞ്ഞാൽ മാനസികമായിട്ടുള്ള ചിന്തകൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ ദേഷ്യപ്പെടും, ചിലപ്പോൾ സന്തോഷിക്കും. ആ ദേഷ്യപ്പെടുകയും സന്തോഷിക്കുകയും പെട്ടെന്നായിരിക്കും. അതിന്റെ പേരിൽ നമ്മളോട് ദേഷ്യം കാണിക്കും, കോപം കാണിക്കും. അപ്പൊ ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിക്കപ്പെട്ടവളാണ് അവൾ, നിങ്ങളുടെ വാരിയെല്ലുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവളാണ്. നിങ്ങളിൽ നിന്ന് തന്നെ സൃഷ്ടിപ്പിച്ച അസ്വാജികൾ, സൗജികൾ. സാധാരണഗതിയിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാർ എന്ന് പറയും. ഭാര്യ ഭർത്താക്കന്മാർ ഒരു മലയാള പദമാണ്. പരസ്പരം ഭരിക്കുന്നവർ എന്നാണ് ആ പദത്തിന്റെ അർത്ഥം.
വധൂവരന്മാർ എന്ന് പറയാറുണ്ട്. വധൂവരന്മാർ എന്നാൽ വിവാഹത്തിലൂടെ കൂടെ ഒന്നാകുന്ന രണ്ടുപേരെന്നാണ് വധൂവരൻ എന്ന് പറയുന്ന രണ്ട് മലയാള പദത്തിന്റെ അർത്ഥം. എന്നാൽ ഖുർആൻ ഉപയോഗിച്ചത് ആ രണ്ട് പദങ്ങളുമല്ല. ഖുർആൻ ഉപയോഗിച്ചത് സൗജ് എന്നാണ്. സൗജ് എന്ന പദത്തിന്റെ അർത്ഥം ഇണയും തുണയുമായി മാറുന്നവർ എന്നാണ്. ഇണയും തുണയുമായി മാറുന്നവർ. നിക്കാഹ് എന്ന് പറയുന്ന ഔപചാരിക കർമ്മത്തിലൂടെ, സവ്വസുക എന്ന പദത്തിലൂടെയും ഖബിൽതു എന്ന പദത്തിലൂടെയും, അതിനു മുമ്പ് രണ്ട് ശരീരങ്ങളായവർ ആ നിക്കാഹിന്റെ കർമ്മത്തിലൂടെ ഒരൊറ്റ ശരീരമായി മാറുന്നു. രണ്ട് ഹൃദയങ്ങളായവർ ആ നിക്കാഹിന്റെ കർമ്മത്തിലൂടെ ഒരൊറ്റ ഹൃദയമായി മാറുന്നു. പരസ്പര പരിചയമില്ലാത്ത, വ്യത്യസ്ത നാടുകളിൽ പിറന്ന, വ്യത്യസ്ത കുടുംബങ്ങളിൽ പിറന്ന, വ്യത്യസ്ത ജീവിത ചുറ്റുപാടുകളിലവർ ആ കേവലമായിട്ടുള്ള ആ ചെറിയ കർമ്മത്തിലൂടെ അവർ ഒന്നായി മാറുന്നു, ഇണകളായി മാറുന്നു, തുണകളായി മാറുന്നു. ദുഃഖങ്ങളിലും വിഷമങ്ങളിലും ആകുലതകളിലും ടെൻഷനുകളിലും നൊമ്പരങ്ങളിലും കണ്ണീരുകളിലും പരസ്പരം ഒന്നായി മാറുന്നു. ഖുർആൻ പറയുന്ന അതിമനോഹരമായിട്ടൊരു പദമുണ്ട് ദാമ്പത്യ ജീവിതത്തെ കുറിച്ച്, ഭാര്യഭർത്തൃ ജീവിതത്തെ കുറിച്ച്. അതിങ്ങനെയാണ്: ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. ഹുന്ന ലിബാസുൽ ലക്കും വഅൻതും ലിബാസുൽ ലഹുന്ന. നിങ്ങൾ അവരുടെ വസ്ത്രങ്ങളാണ്, അവർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്. നിങ്ങൾ അവരുടെ വസ്ത്രങ്ങളാണ്, അവർ നിങ്ങളുടെ വസ്ത്രങ്ങളാണ്. വസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനോട് ഏറ്റവും കൂടുതൽ കൂട്ടി നിൽക്കുന്നതാണ് നമ്മുടെ വസ്ത്രം. അതുപോലെ നമ്മളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവൾ നമ്മുടെ ഇണയാണ്, നമ്മുടെ ഭാര്യയാണ്. ഈ വസ്ത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ എല്ലാ ന്യൂനതകളും നമ്മൾ മറക്കുന്നത്. ഈ രീതിയിൽ അവർക്കിടയിലുള്ള എല്ലാ ന്യൂനതകളും അവർക്കിടയിൽ പരിഹരിക്കപ്പെടണം. അത് പുറത്തു പോകാൻ പാടില്ല. ഉമ്മാന്റെ അടുത്ത് പരാതി പറയരുത്, ഉപ്പാന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കരുത്. ഓളെ പറ്റിയുള്ള കുറ്റം ഉമ്മാനോടും പറയേണ്ട ആവശ്യമില്ല, ഓനെ പറ്റിയുള്ള കുറ്റം ഉപ്പാനോടും പറയേണ്ട ആവശ്യമില്ല. അവർക്കിടയിലുള്ള കുറവുകളും ന്യൂനതകളും ആരും അറിയാതെ ആ വസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ചു വെക്കുന്നത് പോലെ ആ ഭാര്യഭർത്തൃ ബന്ധത്തിലുള്ള എല്ലാ കുറവുകളും ന്യൂനതകളും ഇങ്ങനെ മറച്ചു പിടിച്ച് ചേർത്ത് വെച്ച് ജീവിച്ചു പോകാനുള്ളതാണ്. ഭാര്യഭർത്തൃ ബന്ധത്തിന്റെ അടിസ്ഥാനം ഖുർആനിക ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുന്നത് ആ ബന്ധത്തിലൂടെ നിങ്ങൾക്ക് സുഖൂൻ ഉണ്ടാവണം. സുഖൂൻ എന്ന അറബി പദത്തിനർത്ഥം ലൈംഗിക ബന്ധം രൂപപ്പെടുക എന്നല്ല, കേവലമായിട്ടുള്ള പ്രണയ ജീവിതം ഉണ്ടാവുക എന്നല്ല. ഭാര്യഭർത്തൃ ബന്ധത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യം സുഖൂൻ ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം, ശാന്തി ഉണ്ടാവണം, റാഹത്ത് ഉണ്ടാവണം എന്നാണ്. അറബി ഭാഷയിൽ വീടിന് മസ്കൻ എന്ന് പറയും. മസ്കൻ എന്ന് പറഞ്ഞാൽ സുഖൂനുള്ള ഇടം എന്നാണ്, സമാധാനമുള്ള ഇടം, ശാന്തി നികേതൻ എന്ന് നമ്മൾ പറയില്ല, ശാന്തിയുള്ള ഇടം. ഇങ്ങനെ ഈ ഭാര്യയും ഭർത്താവും കൂടുന്ന ഇടങ്ങളിൽ സുഖൂൻ ഉണ്ടാവണം. കൂടുമ്പോൾ ഇമ്പമുണ്ടാവേണ്ട ഇടങ്ങളാണ് നമ്മുടെ കുടുംബങ്ങൾ. കൂടുമ്പോൾ ഭൂകമ്പം ഉണ്ടാവേണ്ട ഇടങ്ങളല്ല. കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണം, റാഹത്ത് ഉണ്ടാവണം, സമാധാനം ഉണ്ടാവണം. അള്ളാഹു പറയുന്നു, നിങ്ങൾക്കിടയിൽ പ്രണയത്തെയും കരുണയെയും ഇറക്കിയത് അള്ളാഹുവാണ്. ദാമ്പത്യ ജീവിതം കേവലമായിട്ടുള്ള പ്രണയമല്ല. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തെ യുവാക്കൾക്കും യുവതികൾക്കും പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം അതാണ്. ദാമ്പത്യ ജീവിതം കേവലമായിട്ടുള്ള പ്രണയമല്ല, കേവലമായിട്ടുള്ള സ്നേഹമല്ല, കേവലമായിട്ടുള്ള ലൈംഗിക ജീവിതമല്ല. ഒരുപക്ഷെ വിവാഹ ജീവിതത്തിന്റെ ആദ്യത്തെ വർഷങ്ങളിലൊക്കെ ആ പ്രണയം ഏറ്റവും മൂർത്ത രൂപത്തിലുണ്ടാവും. ആ വിവാഹ ജീവിതത്തിലെ ആദ്യത്തെ വർഷങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം കുട്ടികൾ ഉണ്ടാവും. കുട്ടികൾ ജനിക്കുന്നതോടുകൂടി, അവളെ പ്രസവിക്കുന്നതോടുകൂടി, അവർക്ക് പാല് കൊടുക്കുന്നതോടുകൂടി ആ പെണ്ണിന്റെ സൗന്ദര്യം അസ്തമിക്കും. അവൾക്ക് മുട്ടുവേദന തുടങ്ങും, അവർക്ക് നട്ടല് വേദന തുടങ്ങും. അവൾ മെല്ലെ മെല്ലെ രോഗികളായി മാറും. പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിത ടെൻഷനുകളിലേക്ക് കടക്കും. വീടുണ്ടാക്കുന്ന ടെൻഷൻ ഉണ്ടാവും, പുതിയ കച്ചവടത്തെ കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടാവും, സാമ്പത്തികമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവും. അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് അസുഖങ്ങളിലേക്ക് കടക്കും. ഇങ്ങനെ യുവത്വത്തിന്റെ ചുറുചുറുക്കെല്ലാം കഴിഞ്ഞിട്ട് ഒരു വാർദ്ധക്യത്തിന്റെ ഘട്ടത്തിലേക്ക് പുരുഷനും പെണ്ണും കൂടി കടന്നു പോകുന്ന ഒരു സമയമുണ്ട്. അവിടെ കേവലമായിട്ടുള്ള മവദ്ദത്ത് പ്രണയം മാത്രം പോരാ, അവിടെ ഒരു റഹ്മത്ത് വന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു കരുണ, പരസ്പരം അങ്ങോട്ടുള്ള കരുണ. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് അതിലിരുന്ന് ചിന്തിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരമായ മനോഹരമായിട്ടുള്ള പ്രണയവും
സ്നേഹവും റഹ്മത്തും എല്ലാം നിറഞ്ഞിരുന്ന, നമ്മൾക്ക് നേരത്തെ ഓതിയ ഖുർആൻ ആയത്തിലുള്ള മവദ്ദത്തിനെയും റഹ്മത്തിനെയും കാണിച്ചു കൊടുത്തിരുന്ന, മാതൃകയാക്കിയിരുന്ന, തന്റെ ഉമ്മത്തിന് കാണിച്ചു കൊടുത്തിരുന്ന ഒരു ജീവിതമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു തീർത്തത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ബന്ധങ്ങളുടെയും ഒരു അടിസ്ഥാനം ഉള്ളിലുള്ള സ്നേഹം ഹൃദയത്തിൽ വെച്ച് കൊടുക്കുന്നവരല്ല, അത് തുറന്ന് പ്രകടിപ്പിക്കുന്നവരായിരുന്നു. ഇന്നത്തെ കാലത്ത് പ്രണയത്തെ, സ്നേഹത്തെ, ഇഷ്ടത്തെ ഒക്കെ തുറന്ന് പ്രകടിപ്പിക്കുന്ന ആളുകളെ നമ്മൾ പൈങ്കിളികൾ എന്ന് വിളിക്കും, അല്ലെങ്കിൽ കിളികൾ എന്നൊക്കെ പുതിയ കാലത്തെ ഭാഷയിൽ നമ്മൾ വിളിക്കും. പ്രവാചകൻ ഒരു പൈങ്കിളിയായിരുന്നു. പ്രവാചകൻ തന്റെ ബന്ധങ്ങളുടെ വിഷയത്തിൽ പൈങ്കിളിയായിരുന്നു. ഭാര്യയുമായിട്ടുള്ള ബന്ധങ്ങളുടെ വിഷയത്തിൽ പൈങ്കിളിയായിരുന്നു. ആ പ്രണയത്തെ തുറന്ന് പ്രകടിപ്പിക്കുന്നിടത്താണ്, തുറന്ന് കാണിക്കുന്നിടത്താണ് ഓരോ ബന്ധവും രൂഢമൂലമാകുന്നത്. അത് നമ്മളും ഉമ്മയും തമ്മിലുള്ള ബന്ധാട്ടെ, ഉപ്പയും തമ്മിലുള്ള ബന്ധാട്ടെ, മക്കളും തമ്മിലുള്ള ബന്ധാട്ടെ, ആരുമായിട്ട് എനിക്ക് വലിയ ബന്ധമുണ്ട്, എന്റെ ഹൃദയത്തിൽ അവരോട് ഭയങ്കര ഇഷ്ടമുണ്ട് എന്ന് ഉള്ളിൽ കൊണ്ട് നടന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ആളുകൾക്ക് വേണ്ടത് പ്രകടിപ്പിക്കുന്ന സ്നേഹമാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ മുആദ് ഇബ്നു ജബൽ എന്ന് പറയുന്ന സഹാബി വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ആ സഹാബിയെ കണ്ടില്ലേ, അദ്ദേഹത്തെ എനിക്ക് വലിയ ഇഷ്ടമാണ്, ഞാനും അദ്ദേഹം തമ്മിൽ വലിയ സൗഹൃദത്തിലാണ്. അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ ചോദിച്ചു, നീ നിന്റെ സുഹൃത്തിനോട് പറഞ്ഞിട്ടുണ്ടോ നിനക്ക് അവനോട് വലിയ സൗഹൃദപരമായിട്ടുള്ള സ്നേഹം, ഇഷ്ടം, ബന്ധമുണ്ട് എന്ന് നീ തുറന്നു പറഞ്ഞിട്ടുണ്ടോ? മുആദ് ഇബ്നു ജബൽ പറഞ്ഞു, ഇല്ല യാ റസൂലുള്ളാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ അഹ്ബബ്ത റജുലൻ ഫഅഹിബ്ബഹു, നീ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരോട് തുറന്ന് പറയണം, അവരോട് തുറന്ന് പ്രകടിപ്പിക്കണം. അവർക്കിടയിലുള്ള സ്നേഹത്തെ, ഇഷ്ടത്തെ തുറന്ന് പ്രകടിപ്പിക്കണം. മക്കള് കാണണം ഉപ്പയും ഉമ്മയും തമ്മിലുള്ള സ്നേഹം. ഷോപ്പിലേക്ക് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഉമ്മാന്റെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കുന്നു, ഉപ്പാനെ കണ്ടു വളരണം മക്കൾ. ഒന്നിച്ചിരുന്ന് കഥ പറയുകയും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന, ഒന്നിച്ചിരുന്ന് ഭക്ഷണം വായി വെച്ച് കൊടുക്കുകയും ചെയ്യുന്ന ഉപ്പയെയും ഉമ്മയെയും കണ്ടു വളരണം മക്കൾ. അങ്ങനെ കണ്ടു വളരുമ്പോഴാണ് അവർക്കിടയിലുള്ള ബന്ധം രൂഢമാകുന്നത്, അവർക്കിടയിലുള്ള സ്നേഹം രൂഢമാകുന്നത്, അവർക്കിടയിലുള്ള ബന്ധം ഏറ്റവും മൂർത്തമായ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനത്തുൽ മുനവ്വറ മസ്ജിദ് നബവി വലിയ പള്ളിയാണല്ലോ. ആ പള്ളിയിൽ നിറയെ സഹാബാക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സഹാബാക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ സാസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യമായിട്ട് ആരോ പരതുകയാണ്. സഹാബാക്കൾക്കൊക്കെ സംശയം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയാണ് നോക്കുന്നതെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രധാനമായിട്ടുള്ള ഒരു നയതന്ത്ര ഉത്തരവാദിത്തം, മറ്റു രാജ്യവുമായിട്ടുള്ള ഒരു ഇടപാടിന് നയതന്ത്ര ഉത്തരവാദിത്തത്തെ ഏൽപ്പിക്കാൻ വേണ്ടി പറ്റിയ ഒരു സഹാബിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരുതുന്നത്. സഹാബാക്കളെല്ലാം ഞങ്ങളെ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു. കാരണം അത്രത്തോളം വിശ്വസ്തയോടുകൂടി കാര്യക്ഷമതയോടുകൂടി നിർവഹിക്കേണ്ട ഒരു ഉത്തരവാദിത്തമാണല്ലോ. ഇത്രയും വലിയ സഹാബാക്കളെ കൂട്ടത്തിൽ വെച്ച് എന്നെ ആ ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഓരോ സഹാബികളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ക്ഷണിക്കണം എന്ന് ആഗ്രഹിച്ചു. അക്കൂട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി അടക്കമുള്ള ഏറ്റവും പ്രധാനികളായിട്ടുള്ള സഹാബാക്കൾ എല്ലാം ഉണ്ടായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ആസ് എന്ന് പറയുന്ന സഹാബിയെ ക്ഷണിച്ചു. സഹീഹായ ഹദീസുകളിൽ ഈ സംഭവത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അംർ ഇബ്നു ആസിനെ ക്ഷണിച്ചു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു മക്കയിലെ ഖുറൈശി ഗോത്രത്തിൽ പിറന്ന പ്രധാനിയായിട്ടുള്ള ബുദ്ധിമതിയായിട്ടുള്ള നല്ല നയതന്ത്രപാടുള്ള ഒരു സഹാബിയായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹുവിനെ ക്ഷണിച്ചിട്ട് ആ നയതന്ത്ര ഉത്തരവാദിത്തത്തെ നിർവഹിക്കാൻ ഏൽപ്പിച്ചു. ആ സഹാബിക്ക് വലിയ സന്തോഷമായി. ഇത്രയും വലിയ പ്രധാനികളായിട്ടുള്ള സഹാബാക്കൾ കടയിലൊക്കെ വിളിച്ച് എന്നെ വിളിച്ചിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടില്ല. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, എല്ലാവരും പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. അത്രയും ആൾക്കാരെ സാക്ഷിയാക്കിക്കൊണ്ട് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ റസൂലല്ലാഹ്, മൻ അഹബ്ബുൻ നാസി ഇലൈക, അല്ലാഹുവിന്റെ റസൂലേ, ജനങ്ങളിൽ അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്? സ്വാഭാവികമായിട്ടും ഇത്രയും ആളുകൾ കൂടിയിരിക്കുന്ന ഒരു പള്ളിയിൽ ഇത്രയും പ്രധാനികളായിട്ടുള്ള രവിതങ്ങൾക്ക് ഏറ്റവും അടുത്ത ബന്ധമുള്ള അബൂബക്കറും ഉമറൊക്കെ ഇരിക്കുന്ന സദസ്സിൽ വെച്ച് എന്നെ വിളിച്ച് ഈ ഉത്തരവാദിത്തം ഏൽപ്പിച്ച ഈ സാഹചര്യത്തിൽ ഇതിന്റെ പേരിലെങ്കിലും നിന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് നബിതങ്ങളെങ്ങാനും ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അംർ ഇബ്നു ആസ് എന്ന് പറയുന്ന സഹാബിക്ക് ജീവിതകാലം മൊത്തം ഇരുന്ന് സന്തോഷിക്കാൻ ആ ഒരു വാക്യം മാത്രം മതിയല്ലോ. ആ പ്രതീക്ഷയിലാണ് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, യാ റസൂലല്ലാഹ്, മൻ അഹബ്ബുൻ നാസി ഇലൈക, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാരാണ്?
സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും വലിയ സഹാബി. നബിതങ്ങൾ ഒരു പ്രവാചകനാണ്, പള്ളിയിലെ ഖതീബാണ്, ഇമാമാണ്, ഇസ്ലാമിക ഭരണകൂടത്തിന്റെ മദീനത്തുൽ മുനവ്വറയിലെ ചോദ്യം ചെയ്യപ്പെടാത്ത ഭരണാധികാരിയാണ്, ഒരു രാഷ്ട്ര നയതന്ത്രജ്ഞനാണ്, ഒരു സർവ്വ സൈന്യാധിപനാണ്, അത്രയും വലിയ ശിഷ്യഗണങ്ങളുടെ ഉസ്താദാണ്, ഗുരുവാണ്. അത്രയും വലിയ സഹാബികളെ സാക്ഷിയാക്കിക്കൊണ്ട് ആ മനുഷ്യൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ആയിഷയാണ്, എന്റെ ഭാര്യയാണ്. അംർ ഇബ്നു അസ് റളിയല്ലാഹു അൻഹു വീണ്ടും തിരിച്ചു ചോദിച്ചു, യാ റസൂലല്ലാഹ്, പെണ്ണുങ്ങളിൽ ഒക്കെ ആയിഷയാണ്, എന്നാൽ ആണുങ്ങളിൽ ആരാണ്? ആണുങ്ങളിൽ അംറയിൽ നിന്നെയാണ് എന്ന് കേൾക്കാനുള്ള അംർ ഇബ്നു അസ് എന്ന് പറയുന്ന സഹാബിയുടെ ആഗ്രഹം കാരണമാണ് അദ്ദേഹം വീണ്ടും ചോദിച്ചത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂഹ ആയിഷയുടെ ഉപ്പയാണ്. അബൂബക്കറാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരൻ. ഇത്രയും വലിയ സഹാബാക്കളെ സാക്ഷിയാക്കിക്കൊണ്ട് എന്റെ ഭാര്യയാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് തുറന്നു പറഞ്ഞ നബി. എന്റെ ഭാര്യയ്ക്ക് ശേഷം എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ആ ഭാര്യയുടെ ഉപ്പയായ എന്റെ അമ്മോശനാണെന്ന് തുറന്ന് പ്രകടിപ്പിക്കുന്നിടത്ത്, തുറന്ന് പറയുന്നിടത്താണ് ഒരു ബന്ധം ഏറ്റവും ദൃഢമൂലമാവുന്നത്. സാധാരണഗതിയിൽ നിങ്ങൾ കണ്ണൂരൊക്കെ കുറവാണ്, നിങ്ങളുടെ കോഴിക്കോട് നാട്ടിലൊക്കെ മരുമക്കളും അമ്മോശന്മാരും തമ്മിലുള്ള ബന്ധം അത്ര നല്ലതായിരിക്കും. എപ്പോഴും മടിയും പിടിയും ഗുരുമാരായിരിക്കും. അമ്മോശന്മാരായിട്ട് നല്ല രീതിയിൽ സ്നേഹത്തിൽ പോകരുത് എന്നുള്ളതാണ് ആണത്തത്തിന്റെ തെളിവായിട്ട് പൊതുവെ ഞങ്ങളുടെ ഭാഗത്തിലേക്കൊക്കെ ആളുകൾ കരുതി പോകുന്നത്. അവിടെയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സാക്ഷിയൊക്കെ പഠിപ്പിക്കുന്നത്, എനിക്ക് ഏറ്റവും പ്രിയങ്കരമായത് എന്റെ ഇണയായ എന്റെ ആയിഷയാണ്, അതിനുശേഷം എന്റെ ആയിഷയുടെ ഉപ്പയായ എന്റെ അമ്മോശനാണെന്ന് തുറന്ന് പറയുന്നിടത്ത്, തുറന്ന് പ്രകടിപ്പിക്കുന്നിടത്താണ് ഏറ്റവും രൂഢമൂലമായിട്ടുള്ള ബന്ധം രൂപപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോടൊപ്പം 10 വർഷം മാത്രമാണ് ജീവിച്ചത്. പക്ഷെ ആ 10 വർഷത്തിനിടയിൽ ഏറ്റവും മാതൃകയാക്കാൻ സാധിക്കുന്ന, ഏറ്റവും മഹിതമായ, ഏറ്റവും സുന്ദരമായ ഖുർആനായത്തിൽ നമ്മൾ നേരത്തെ ഓതി വെച്ച മവദ്ദത്തിന്റെയും റഹ്മത്തിന്റെയും ഏറ്റവും മഹിതമായ മാതൃകയെ സാക്ഷിയാക്കിക്കൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത്. ആ ജീവിതത്തിന്റെ, ആ ദാമ്പത്യ ജീവിതത്തിന്റെ ഓരോ ഇതളുകളും പറയാനുള്ള സമയം നമുക്കില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി ആയിരുന്നല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്തുള്ള സംഭവ വികാസങ്ങളെ പ്രവാചകന്റെ സീറയുടെ വരികളിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഒരിക്കൽ 2 താബിഈങ്ങളായിട്ടുള്ള സഹാബാക്കൾക്ക് ശേഷം വന്ന തലമുറകളെയാണ് താബിഈങ്ങൾ എന്ന് പറയുക. അതിൽപ്പെട്ട 2 താബിഈങ്ങളായിട്ടുള്ള ശിഷ്യന്മാർ ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് വന്ന് ചോദിക്കുന്നുണ്ട്, മഹദി ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അങ്ങ് ജീവിച്ചു തീർത്ത ആ 10 വർഷക്കാലത്ത് നിങ്ങൾ ഏറ്റവും സന്തോഷിക്കുന്ന, നിങ്ങൾ ഏറ്റവും ഓർത്തെടുക്കുന്ന സംഭവം എന്താണ്? നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാക്കുന്ന സംഭവം എന്താണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇമാം തിർമിദിയുടെ ഹദീസിൽ നിങ്ങൾക്ക് ഈ സംഭവത്തെ കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ റസൂൽ, എന്റെ ഭർത്താവ് എന്റെ വീട്ടിൽ, എന്റെ റൂമിൽ, എന്റെ മടിയിൽ തലചായ്ച്ചുകൊണ്ടാണ് വഫാത്തായത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചത് മിഹ്റാബിൽ കിടന്നിട്ടല്ല, മിമ്പറിൽ കിടന്നിട്ടല്ല, മുസല്ലയിലും കിടന്നിട്ടല്ല, തന്റെ ഭാര്യയുടെ മടിയിൽ തല വെച്ചുകൊണ്ടായിരുന്നു. നമ്മൾ മഹോന്നതനായ പ്രവാചകൻ എന്ന് പറയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് ആ മരണക്കിടക്കയെ തന്റെ ഭാര്യയുടെ മടിത്തട്ടായി ചേർത്തതിൽ തന്നെയുണ്ട് ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എത്രത്തോളം ഗൂഢമായിരിക്കണം എന്നുള്ളത്. ആയിഷ റളിയല്ലാഹു അൻഹ വീണ്ടും തുറന്നു പറയാണ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ മടിയിൽ കിടന്നുകൊണ്ട് സക്കറാത്തിന്റെ 2 ആഴ്ച അതിശക്തമായിട്ടുള്ള പനിയെ തുടർന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നത്. അത് ശക്തമായിട്ടുള്ള പനി കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിക്കുന്നുണ്ടായിരുന്നു, പ്രയാസപ്പെടുന്നുണ്ടായിരുന്നു. ആ സമയത്ത് എന്റെ റൂമിലേക്ക്, വിധങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് എന്റെ സഹോദരനായ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ കടന്നു വന്നു. അബ്ദുറഹ്മാന്റെ കയ്യിൽ അറബികൾ സാധാരണഗതിയിൽ മിസ്വാക്ക് ചെയ്യാൻ, പല്ല് ശുദ്ധീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അറാഖ് എന്ന് പറയുന്ന കമ്പിന്റെ കഷ്ണമുണ്ടായിരുന്നു. ആ സക്കറാത്തിന്റെ നിമിഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കമ്പിൻ കഷ്ണത്തിലേക്ക് വളരെ ആഗ്രഹത്തോടുകൂടി നോക്കുന്നത് എനിക്ക് മനസ്സിലായി. സക്കറാത്തിന്റെ മരണത്തിന് തൊട്ട് മുമ്പുള്ള നിമിഷത്തിൽ ഒന്ന് ദന്തശുദ്ധീകരണം വരുത്തിയിട്ട് അല്ലാഹുവിലേക്ക് മടങ്ങണം എന്നുള്ള നബിതങ്ങളുടെ അടങ്ങാത്ത ആഗ്രഹത്തിന്റെ പേരിലായിരിക്കും വിധങ്ങൾ അതിലേക്ക് നോക്കുന്നത് എനിക്ക് മനസ്സിലായി. ഞാൻ അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് ആ അറാഖിന്റെ കമ്പിന് കഷ്ണം മാറി. ഹദീസുകളിൽ നിങ്ങൾക്ക് ഈ സംഭവം കാണാം. അബ്ദുറഹ്മാന്റെ കയ്യിൽ നിന്ന് ആ കമ്പിന്റെ കഷ്ണം വാങ്ങി. ഞാൻ വാങ്ങിയപ്പോൾ അതല്പം പരുപരുത്തതായിരുന്നു, അല്പം കട്ടിയുള്ളതായിരുന്നു. ഞാൻ എൻ്റെ പല്ലും എൻ്റെ മോണയും എൻ്റെ ഉമിനീരും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വായിലിട്ടിട്ട് അതിനെ പതപതയാക്കി, അതിനെ നൈർമല്യതയുള്ളതാക്കി, അതിനെ കട്ടിയില്ല, അതിനെ പരിപരുത്തതാക്കി മാറ്റി.
അതിന്റെ പരിവരിപ്പ്, അതിന്റെ കട്ടി ഞാൻ മാറ്റിയെടുത്തു. അതിനുശേഷം അത് ഉപയോഗിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഞാൻ ദന്തശുദ്ധീകരണം വരുത്തി കൊടുത്തു, പല്ല് ശുദ്ധിയാക്കി കൊടുത്തു. പ്രവാചകന്റെ കിടക്കുന്നതിന്റെ തൊട്ടടുത്തൊരു തോൽപാത്രത്തിൽ അല്പം വെള്ളം വെച്ചിട്ടുണ്ട്. ആ തോൽപാത്രത്തിൽ കൈയിട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖം തടവി തന്റെ കൈയിനെ ആകാശത്തേക്ക് ഉയർത്തിയിട്ട് അല്ലാഹുമ്മ റഫീഖിൽ അലാ എന്ന് പറഞ്ഞുകൊണ്ട് റബീഉൽ അവ്വൽ 12-ാം തീയതി ഒരു ദുഹാ നമസ്കാര സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് സാക്ഷിയായി. ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഓർത്തെടുക്കുകയാണ്, ഞാൻ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിക്കുന്ന കാര്യം, ഞാൻ ജീവിതത്തിൽ ഏറ്റവും ആനന്ദപ്പെടുന്ന കാര്യം, എൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിൽ എൻ്റെ കിടപ്പുമുറിയിൽ എൻ്റെ മടിയിൽ തലചായ്ച്ചുകൊണ്ട് കിടന്ന് വഫാത്തായി എന്ന് മാത്രമല്ല, നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ ഭർത്താവ്, എൻ്റെ പ്രണയഭാജനം അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് മരണപ്പെടുന്ന സമയത്ത് എൻ്റെ ഭർത്താവിൻ്റെ വായിൻ്റെ അകത്തുള്ള ഉമിനീര് പോലും എൻ്റെ ഉമിനീരായിരുന്നു. ഞാൻ എൻ്റെ ഉമിനീരും ഞാൻ എൻ്റെ പല്ലും ഉപയോഗിച്ചുകൊണ്ട് പദവതിയാക്കി മാറ്റിയ ആ മിസ്വാക്കിൻ്റെ അറാക്കിൻ്റെ കമ്പിൽ കൂടി പ്രവാചകന്റെ വായിൻ്റെ അകത്തുണ്ടായിരുന്ന ഉമിനീര് പോലും മരണപ്പെടുന്ന സമയത്ത് എൻ്റെ ഭർത്താവിന്റെ വായിന്റെ അകത്തുള്ള ഉമിനീര് എൻ്റെ ഉമിനീരാണെന്നൊരു ഭാര്യ ഏറ്റവും കൂടുതൽ ആനന്ദത്തോടു കൂടി ഓർത്തെടുക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹബന്ധം, അവർ തമ്മിലുള്ള ദാമ്പത്യ ജീവിതം എത്ര മനോഹരമായിരിക്കും, ഏറ്റവും സുന്ദരമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ കിതാബുകളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചതിന്റെ, ഭാര്യയ്ക്ക് ഭക്ഷണം വായിൽ വെച്ചു കൊടുത്തതിന്റെ ഹദീസുകൾ കാണാൻ സാധിക്കും. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ നബിതങ്ങളിരുന്ന് പാല് കുടിക്കുകയാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പാല് കുടിച്ചതിന് ശേഷം ബാക്കിയുള്ള ഗ്ലാസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷയോട് ചോദിച്ചു, ആയിഷ, ഈ ഗ്ലാസ്സിൽ എവിടെ ചുണ്ട് വെച്ചാണ് നീ കുടിച്ചത്? ആയിഷ, ഈ ഗ്ലാസ്സിൽ എവിടെ ചുണ്ട് വെച്ചാണ് നീ കുടിച്ചത്? ആയിഷ റളിയല്ലാഹു അൻഹ ചുണ്ട് വെച്ച് കുടിച്ച ഇടം കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ചുണ്ട് വെച്ച ഇടത്ത് ഗ്ലാസ്സിൽ ചുണ്ട് വെച്ച് കുടിച്ചു. ഇത് കണ്ടിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ വലിയ സന്തോഷമായി. ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാവുന്നത്, അവർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവുന്നത് എൻ്റെ ഭർത്താവിന്റെ ഭാഗത്തോട് ഇത്രയും നിസാരമായിട്ടുള്ള, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പെണ്ണിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആനന്ദം ഉണ്ടാക്കുന്നത്. പ്രവാചകന്റെ ഹദീസുകളിൽ തന്റെ ഭാര്യയോടൊപ്പം കുടിക്കുന്ന ഒരു പ്രവാചകനെ കാണാൻ സാധിക്കും. നമ്മൾ കുടികളെ പറ്റി ഇസ്ലാമിക കർമ്മശാസ്ത്രങ്ങളെ ഗ്രന്ഥങ്ങൾക്ക് പരിശോധിച്ച സമയത്തും നബിതങ്ങൾ ഭാര്യയോടൊപ്പം കുടിക്കുന്നു. നബിതങ്ങൾ എങ്ങനെയായിരുന്നു കുടിക്കുന്നത്? ആ സമയത്ത് നബിതങ്ങളുടെ കുടിപ്പുരയിൽ പ്രവാചകന്റെ ഭാര്യയായ ആയിഷ റളിയല്ലാഹു അൻഹ ഉണ്ട്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരുമില്ലാത്ത സമയത്ത് വെളിം പ്രദേശത്ത് ഭാര്യയും കൂട്ടിക്കൊണ്ടുപോയിട്ട് ആരില്ലാത്ത സ്ഥലത്തൊക്കെ വെച്ച്, മൈതാനത്തിലൊക്കെ വെച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പോയിട്ട് ഒറ്റ മത്സരം നടത്തുമായിരുന്നു. വെറുതെ കളിക്കുമായിരുന്നു, ഭാര്യമാരോടൊപ്പം കളിക്കുമായിരുന്നു. ഇങ്ങനെ ഭാര്യയോടൊപ്പം കളിക്കുന്ന, അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന, അവരോടൊപ്പം കുടിക്കുന്ന, ഇതെല്ലാം കേൾക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും, സ്വാഭാവികമായിട്ട് 25-ാം വയസ്സിൽ കല്യാണം കഴിച്ച സമയത്ത് ഞാനൊരു മോളൊക്കെ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുണ്ടാവും. എന്നാൽ ഞാൻ പറഞ്ഞ ഈ സംഭവ വികാസങ്ങളെല്ലാം സംഭവിക്കുന്നത് 50 വയസ്സുകൾക്ക് ശേഷമാണ്. നബിതങ്ങൾക്ക് 50 വയസ്സായതിനു ശേഷമാണ് ആയിഷ റളിയല്ലാഹു അൻഹ കഴിക്കുന്നത്. അതിനു മുമ്പ് പ്രവാചകന്റെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹ ആയിരുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായ സമയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ ഭാര്യയായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ കഴിക്കുന്നത്. ആയിഷയോടൊപ്പം ഇത്രത്തോളം സ്നേഹത്തെ തുറന്ന് പ്രകടിപ്പിച്ച, ഇരുന്ന് ഭക്ഷണം കഴിച്ച, ഒന്നിച്ച് പാല് കുടിച്ച, ഒന്നിച്ച് കളിച്ച, ഒന്നിച്ച് ഓട്ടം മത്സരം നടത്തിയ, ഒന്നിച്ച് കുളിച്ച് ജീവിതം തീർത്തത് 50 വയസ്സിന് ശേഷമാണ്. 50 വയസ്സിന് ശേഷവും വാർദ്ധക്യത്തിലേക്ക് എത്തി നിൽക്കുന്ന സമയത്തും ഭാര്യയോടൊപ്പം ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഏറ്റവും പ്രണയം നിറഞ്ഞ ജീവിച്ചു തീർത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബന്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആനന്ദം ഉണ്ടാക്കുക. ആ കുടുംബ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഇൻപങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ ആനന്ദം. ഒരുപക്ഷെ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അധികവും പ്രവാസികളായിരിക്കും. പ്രവാസത്തിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏറ്റവും സുന്ദരമായിട്ടുള്ള ദുനിയാവിന്റെ ജീവിതം ഉണ്ടാകാൻ വേണ്ടിയാണ്, നല്ല വീടുണ്ടാക്കാൻ വേണ്ടിയാണ്, നല്ല സാമ്പത്തികമായിട്ടുള്ള സുഖസൗകര്യങ്ങൾ ഉണ്ടാവുന്നത്. എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത്, ഏറ്റവും മുന്തിയനും കൂടിയ വീടുണ്ടാക്കുന്നതിനേക്കാൾ, ഏറ്റവും കൂടിയ മുന്തിയനും കാറ് വാങ്ങുന്നതിനേക്കാൾ, ഏറ്റവും ലാവിഷ് ആയിട്ടുള്ള ലക്ഷറി ആയിട്ടുള്ള ജീവിതം കഴിച്ചു കൂട്ടുന്നതിനേക്കാൾ നിങ്ങൾ ഇമ്പോർട്ടൻറ്റ് നൽകേണ്ടത് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ജീവിതച്ച് തീർക്കുക എന്നുള്ളതാണ്.
നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് മുസ്ലിമുകൾ, നമ്മൾ മറന്നുപോയത് നമ്മൾ കുടുംബത്തിന്റെ കൂടെ ജീവിക്കുന്നില്ല. നമ്മൾ ദുനിയാവിന്റെ സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയാണ് പ്രവാസത്തിലേക്ക് കടന്നത്. ആ പ്രവാസത്തിലേക്ക് കടക്കുന്നതോട് സ്വാഭാവികമായിട്ടും വർഷത്തിൽ 1 മാസം, വർഷത്തിൽ 2 മാസം, അല്ലെങ്കിൽ ഒരു 6 മാസം കൂടുമ്പോൾ 2 മാസം, അങ്ങനെ വളരെ കുറഞ്ഞ സമയം മാത്രമാണ് നമുക്ക് ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ചെലവഴിക്കാൻ സാധിക്കുന്നത്. ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള വീടുകൾ നമ്മൾക്ക് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ, വാഹനം നമുക്ക് സെലക്ട് ചെയ്യുന്നതിനേക്കാൾ, മക്കൾക്ക് ഏറ്റവും മുമ്പേ വിദ്യാഭ്യാസം നമ്മൾ സെലക്ട് ചെയ്യുന്നതിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് മക്കളോടൊപ്പം ഭാര്യയോടൊപ്പം വാല്യുബിൾ ആയിട്ടുള്ള സമയം ഉണ്ടാക്കുക എന്നാണ്. ആ രീതിയിൽ നമുക്കൊരു സ്വപ്നം ഉണ്ടാവണം. നമ്മുടെ ഭാര്യയോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുന്ന ഒരു സ്വപ്നത്തോടു കൂടിയുള്ള വലിയായിട്ടുള്ള ജീവിതം ജീവിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കണം. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം, അദ്ദേഹമാണല്ലോ കഅബ ഉണ്ടാക്കിയത്. ഇബ്രാഹിം അലൈഹി ഇസ്ലാം, ഇസ്മായിൽ അലൈഹി ഇസ്ലാം തന്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും മഹിതമായിട്ടുള്ള കർമ്മമായിട്ടാണ് നമ്മൾ കഅബ ഉണ്ടാക്കി എന്ന് പറയുന്നത്. കഅബയും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഉണ്ടാക്കി തീർത്തു. ഒരു ഇത്രയും വലിയ നന്മ ചെയ്തതിനു ശേഷം സ്വാഭാവികമായിട്ടും അള്ളാഹുവോട് ദുആ ഇരക്കാം. ആ ദുആ ഇരക്കുന്ന സമയത്ത് ഇത്രയും വലിയ നന്മ ചെയ്തതിനു ശേഷം നമ്മൾ ചെയ്യുന്ന ദുആ ഒരുപാട് കാര്യമായിരിക്കും. സ്വർഗത്തെ കുറിച്ച് ചോദിക്കും, സാമ്പത്തികമായിട്ടുള്ള വർധന ഉണ്ടാകാൻ ചോദിക്കും. എന്നാൽ മഹാനായ ഇബ്രാഹിം അലൈഹി ഇസ്ലാം കഅബയും ഉണ്ടാക്കുക എന്ന് പറഞ്ഞ അത്രയും വലിയ മഹിതമായ കാര്യം ചെയ്തതിനു ശേഷം ഇബ്രാഹിം അലൈഹി ഇസ്ലാം ചെയ്ത ദുആ സൂറത്തുൽ ബഖറയിൽ നിങ്ങൾക്ക് വായിക്കാൻ സാധിക്കും. കഅബ ഉണ്ടാക്കിയതിനു ശേഷം ആ മനുഷ്യൻ അല്ലാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് ചെയ്ത ദുആ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ അല്ലാഹു നിന്റെ ഈ കൽപ്പന പ്രകാരം നീ കഅബ ഉണ്ടാക്കി, ആരോരുമില്ലാത്ത ഈ ഹറമിൽ, ഈ മക്കത്ത് നിന്റെ കൽപ്പന പ്രകാരം ഈ ഒരു പള്ളി ഞാൻ ഉണ്ടാക്കി. ഇതിന് പകരം നീ എനിക്ക് എന്ത് തരണമെന്ന് അറിയുമോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയതിനാ ഖുർറത അയ്യുൻ, എന്റെ ഭാര്യയിൽ എന്റെ മക്കളിൽ കണ്ണിന്റെ കുളിർ പകരണേ, എന്റെ മക്കളിൽ എന്റെ ഭാര്യയിൽ കണ്ണിന്റെ കുളിർ പകരണേ. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം വലിയ വീടാവരുത്, വലിയ വാഹനമാവരുത്. അതിനേക്കാൾ നമ്മുടെ അടിസ്ഥാനപരമായ ലക്ഷ്യം ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം വാല്യുബിൾ ആയിട്ടുള്ള കണ്ണിന് കുളിരുണ്ടാകുന്ന ലൈഫായിരിക്കണം. ആ രീതിയിൽ ഇസ്ലാമിന്റെ അടിപ്പറയിൽ ഖുർആനിന്റെ വരികൾ അധ്യാപനത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതക്രമത്തിൽ അങ്ങനെ ഒരു ജീവിതം കെട്ടിപ്പടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലെല്ലാം നമ്മളെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് കണ്ണിന്റെ കുളിർ പകരുമാറാകട്ടെ. നാളെ അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ദുനിയാവിൽ ആരെ നമ്മുടെ ഇണയായി നമ്മുടെ ഭാര്യയെ നമ്മുടെ കൂടെ കൂട്ടിയോ അവളോടൊപ്പം നമ്മുടെ മക്കളോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെല്ലാം ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ.